നമസ്കാരം, ഞാൻ വിനോദ് കെ എസ്. നമ്മൾ SSLC പരീക്ഷ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസസിലെ മുൻവർഷ ചോദ്യപേപ്പറുകൾ ആൻസർ ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ വൃത്തങ്ങളും തൊടുവരകളും, സർക്കിൾസ് ആൻഡ് ടാൻജൻസ്, ഈ രണ്ട് അധ്യായങ്ങളിലെ മുൻവർഷ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 2019-20 വർഷങ്ങളിലെ SSLC മാർച്ച് എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ചോദ്യപേപ്പറുകളിൽ വന്ന സർക്കിൾസിലെയും ടാൻജൻസിലെയും, വൃത്തങ്ങളിലെയും തൊടുവരകളിലെയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് ABCD എന്നിവ. കോൺ B 110 ഡിഗ്രി ആയാൽ കോൺ ഡിയുടെ അളവ് എത്ര? കോൺ AOCയുടെ അളവ് എത്ര? ഇതേ ചോദ്യം തന്നെ ഇംഗ്ലീഷിൽ ഇവിടെ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ D ആൻഡ് ആംഗിൾ AOC. അപ്പോൾ നമുക്ക് ഈ ചിത്രം ഒന്നുകൂടി വരച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. കോൺ ABC 110 ഡിഗ്രി ആണെന്നറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺ D കാണണമെങ്കിൽ നമുക്കൊരു മാർഗമുണ്ട്. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ് ABCD. അപ്പോൾ നമുക്ക് ബിയും ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് എന്നറിയാം അല്ലേ? അനുപൂരകമാണ് എന്നറിയാം. അപ്പോൾ ആംഗിൾ ABC 110 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ADC കാണണമെങ്കിൽ 180 നിന്ന് 110 കുറച്ചു 70 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ D 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ AOC എന്ന് പറഞ്ഞ് അതിൻ്റെ ഇരട്ടിയായിരിക്കുമല്ലോ കേന്ദ്രകോൺ. അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ ഇരട്ടിയായിരിക്കും. ആംഗിൾ AOC എന്ന് പറയുന്നത് 2 × 70 140 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. ഒന്നാമത്തെ ചോദ്യം വളരെ ഈസിയായി 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. കോൺ AOC 80 ഡിഗ്രി. കോൺ ABC എത്ര ഡിഗ്രിയാണ്? കോൺ ADC എത്ര ഡിഗ്രിയാണ്? 2 ചോദ്യങ്ങളാണ്. ആദ്യം തന്ന ചോദ്യത്തിൻ്റെ ഒരു റിവേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. കോൺ AOC 80 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആംഗിൾ ABCയും കാണണം, ആംഗിൾ ADCയും കാണണം. ഇപ്പോൾ ഇവിടെ ഈ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ABC എന്ന് പറയുന്ന കോൺ എന്ന് പറയുന്നത് 80ൻ്റെ പകുതി ആയിരിക്കും. 80ൻ്റെ പകുതി, ഇത് ഇവിടെ B ഉണ്ട് കേട്ടോ. 80ൻ്റെ പകുതി എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഈ കോൺ 40 ഡിഗ്രിയാണ്. കോൺ ABC എന്ന് പറയുന്നത് 80ൻ്റെ പകുതി 40 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ കോൺ ADC കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ കോൺ 40 ഡിഗ്രി ആണെങ്കിൽ ADC എന്ന് പറയുന്നത് 180 നിന്ന് 40 കുറയ്ക്കുക 140 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ SR ആർ ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് PA ആൻഡ് PB ആർ കോമൺ ടാൻജൻസ്. Angle APR equal to 30 degree. Radius of the small circle is 3 centimeters. What is the length of PS? If the radius of the large circle is taken as R, what is the length of PR? Calculate the radius of the large circle. ചിത്രത്തിൽ SR ഇവ വൃത്തങ്ങളുടെ കേന്ദ്രങ്ങളും PA PB ഇവ പൊതു തൊടുവരകളുമാണ്. ആംഗിൾ APR ഈക്വൽ ടു 30 ഡിഗ്രി. ചെറിയ വൃത്തത്തിൻ്റെ ആരം 3 സെൻറ്റിമീറ്റർ. PSൻ്റെ നീളം എത്ര? വലിയ വൃത്തത്തിൻ്റെ ആരം R എന്നെടുത്താൽ PRൻ്റെ നീളം എത്രയാണ്? വലിയ വൃത്തത്തിൻ്റെ ആരം കണക്കാക്കുക. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ആ ചിത്രം ഒന്ന് വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോൺ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇത് 90 ഡിഗ്രിയാണ്. തൊടുവരയൊക്കെ ആയതുകൊണ്ട് ഇത് ആരം എന്ന് പറയുന്നത് തൊടുവരയ്ക്ക്
ലംബമാണ് അല്ലേ. റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി കിട്ടും. ഇത് 30 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ 30-നെതിരെ കിടക്കുന്ന വശമാണ് 3. അങ്ങനെയാണെങ്കിൽ 90-നെതിരെ കിടക്കുന്ന പി എസ് എന്ന വശമല്ലേ നമുക്ക് ആവശ്യം. പി എസ് എത്രയായിരിക്കും? 3 ഗുണം 2 അല്ലെങ്കിൽ 2 ഗുണം 3 സമം 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നതാണ് പി ആർ കാണുക. അതിനുവേണ്ടി വലിയ വൃത്തത്തിൻ്റെ ആരം എത്ര പറഞ്ഞിട്ടുണ്ട്? ആർ എന്ന് തന്നിട്ടുണ്ട്. ഈ ആരത്തെ നമ്മൾ ചെറിയ അക്ഷരം ആർ എന്നെടുത്തു കഴിഞ്ഞാൽ ഇത് 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇതും എത്ര തന്നെയായിരിക്കും? ആരമാണല്ലോ, 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ 6 കിട്ടി, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ 6 + 3 + 6 = 9 + 6 എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി അടുത്തത്, ഇപ്പോൾ ഈ 2 ത്രികോണങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ചെറിയ ത്രികോണം പി എം എസും പി എ ആറും. ഈ 2 ത്രികോണങ്ങൾ എന്ത് തരം ത്രികോണങ്ങളാണ്? സദൃശ ത്രികോണങ്ങളാണ് അല്ലേ, സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? SM/RA സമം അല്ലേ, ഇത് 2 സദൃശ ത്രികോണങ്ങളാണ്. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ കോണുകൾ തുല്യമായതുകൊണ്ട് ആ 2 ത്രികോണങ്ങൾ സദൃശങ്ങളാണ്, സിമിലറാണ്. അപ്പോൾ SM/RA = PS എന്ത് വരും? PR എന്ന് കിട്ടും അല്ലേ. SM ചെറിയ ത്രികോണത്തിൻ്റെ SM/ വലിയ ത്രികോണത്തിൻ്റെ RA സമം. അപ്പോൾ അടുത്തെടുക്കുമ്പോഴും ചെറിയ ത്രികോണത്തിൻ്റെ വശമാണ് എടുക്കേണ്ടത്. PS/PR എന്ന് നമുക്ക് കിട്ടുന്നു. SM 3 ആണ്. അതുപോലെ തന്നെ RA എന്ന് പറയുന്നത് വലിയ വൃത്തത്തിൻ്റെ ആരമാണ്. അപ്പോൾ 3/6 സമം PS നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 6/9 + 6. PR നമ്മൾ കണ്ടുപിടിച്ചു, 9 + 6. ഇനി നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ 3 × 9 + 6 സമം 6 × R എന്ന് കിട്ടും. അപ്പോൾ 27 + 3R സമം 6R എന്ന് കിട്ടി. അപ്പോൾ 3R ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 3R സമം 27 എന്നും R സമം 9 എന്നും കിട്ടുന്നു. അപ്പോൾ വലിയ വൃത്തത്തിൻ്റെ ആരം നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ചിത്രത്തിലെ ABCD എന്ന ചതുർഭുജത്തിൽ ABയും CDയും സമാന്തരമാണ്. കോൺ A + കോൺ C സമം 190 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ABD എന്നീ മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരച്ചാൽ C എന്ന മൂലയുടെ സ്ഥാനം എവിടെയായിരിക്കും? അതിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. വൃത്തത്തിനുള്ളിൽ, വൃത്തത്തിന് പുറത്ത്, വൃത്തത്തിൽ. അതുപോലെ തന്നെ രണ്ടാമത്തത് പറഞ്ഞേക്കുന്നതാണ് AD = BC ആയാൽ ABCD എന്നീ 4 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയുമെന്ന് തെളിയിക്കുക. ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ കോൺ A + കോൺ C എന്ന് പറയുന്നത് 190 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ചതുർഭുജത്തിൻ്റെ 3 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരച്ചാൽ 4ാമത്തെ മൂല വൃത്തത്തിനകത്താണോ പുറത്താണോ അല്ലെങ്കിൽ വൃത്തത്തിൽ തന്നെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഏത് മൂലയാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ എതിർമൂലയിലെയും കോണുകളുടെ തുക കാണുക. അപ്പോൾ നമുക്ക് സിയുടെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിയുടെ എതിരെ കിടക്കുന്ന കോൺ എന്ന് പറയുന്നത് A ആണ്. കോൺ A + കോൺ C ഇത് 190 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 180-ൽ കൂടുതലാണ്. അപ്പോൾ ഈ C എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കും. 180-ൽ കുറവായിരുന്നെങ്കിൽ വൃത്തത്തിന് വെളിയിലായിരിക്കും. 180 ആണെങ്കിൽ അത് ചക്രീയ ചതുർഭുജമാവും. അപ്പോൾ ആ C എന്ന ബിന്ദു വൃത്തത്തിൽ തന്നെയാവും. പക്ഷേ ഇവിടെ 190 ആയതുകൊണ്ട് C എന്ന ബിന്ദു വൃത്തത്തിൻ്റെ ഉള്ളിലാണ്, വൃത്തത്തിനുള്ളിൽ. ഇനി AD = BC ആയാൽ ഈ ABCD എന്ന ഈ ലംബകത്തെ നമുക്ക് എന്ത് പറയാം? ABയും CDയും സമാന്തരമാണ്. ADയും BCയും തുല്യം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളിതിനെ സമപാർശ്വ ലംബകം എന്ന് പറയും.
ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയും. അപ്പോൾ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് ചക്രീയമാണ്. അപ്പോൾ ABCD എന്താകും? ചക്രീയ ചതുർഭുജം ആകും. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം, chords AB and CD are intersecting at P. AB equal to 10 centimeter, PB equal to 4 centimeters and PD equal to 3 centimeters. What is the length of PA? Find the length of PC. AB, CD എന്നീ ഞാണുകൾ പിയിൽ മുറിച്ചു കടക്കുന്നു. AB സമം 10 സെൻറ്റിമീറ്റർ, PB സമം 4 സെൻറ്റിമീറ്റർ, PD സമം 3 സെൻറ്റിമീറ്റർ. PAയുടെ നീളം എന്താണ്? PCയുടെ നീളം എന്താണ്? നമുക്കിതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെയാണ് ABCD പറഞ്ഞിട്ടുണ്ട്. AB 10 സെൻറ്റിമീറ്റർ ആണെന്നും PB 4 സെൻറ്റിമീറ്റർ ആണെന്നും PD 3 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് AB ആണ് അറിയാവുന്നത്, PBയും അറിയാം. അപ്പോൾ AP കാണണമെങ്കിൽ നമുക്ക് എന്തു പറയാം? അല്ലെങ്കിൽ PA കാണണമെങ്കിൽ ABയിൽ നിന്ന് PB കുറയ്ക്കുക. 10ൽ നിന്ന് 4 കുറച്ചു 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD എന്ന കാര്യം ഉപയോഗിക്കാം. അപ്പോൾ PA നമുക്ക് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി, PB 4 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം, സമം PC എത്രയാണെന്ന് അറിയില്ല അല്ലേ, ഇൻറ്റു PD 3. അപ്പോൾ PC കാണണമെങ്കിൽ അപ്പോൾ 24 സമം PC ഇൻറ്റു 3 കിട്ടി. അപ്പോൾ PC കാണുന്ന 24നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് PCയുടെ നീളം. ആറാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ദ ഫിഗർ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓൾസോ ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 210 ഡിഗ്രി. ആംഗിൾ D പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 250 ഡിഗ്രി. വാട്ട് ഈസ് ആംഗിൾ A പ്ലസ് ആംഗിൾ C? ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ A ആൻഡ് ആംഗിൾ C. പറഞ്ഞിട്ടുണ്ട് ABCD എന്ന ചതുർഭുജം ചക്രീയമാണെന്നും ആംഗിൾ A പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നത് 210 ഡിഗ്രിയാണ്. ആംഗിൾ D പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 250 ഡിഗ്രി. ഇപ്പോൾ ഇവിടെ ചിത്രം ഒന്നുകൂടി വരച്ചു. ചക്രീയ ചതുർഭുജമായതുകൊണ്ട് ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലേ. അതുപോലെ തന്നെ ആംഗിൾ A പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നത് 210 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ D പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 250 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആംഗിൾ A പ്ലസ് ആംഗിൾ C അല്ലേ പ്ലസ് 2 ഇൻറ്റു ആംഗിൾ D എന്ന് പറയുന്നത് എത്രയാണ്? 460 ഡിഗ്രി എന്ന് കിട്ടും. 2 ഇൻറ്റു ആംഗിൾ D പ്ലസ് 180 ഡിഗ്രി സമം 460. കാരണം ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണല്ലോ. ഇത് ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, സമം 460. അപ്പോൾ ആംഗിൾ D സമം 280 എന്ന് കിട്ടും. അപ്പോൾ D എന്ന് പറയുന്നത് 140 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ. ഇനി അത് ഒന്നിൽ കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? ആംഗിൾ A സമം 210 മൈനസ് 140 സമം 70 ഡിഗ്രി എന്ന് കിട്ടുന്നു. ആംഗിൾ C സമം 180 മൈനസ് 70 ഡിഗ്രി. കാരണം ആംഗിൾ A പ്ലസ് ആംഗിൾ C 180 ഡിഗ്രിയാണ്. അപ്പോൾ 110 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ. ഏഴാമത്തെ ചോദ്യമാണ്. ചിത്രത്തിൽ O 2 വൃത്തങ്ങളുടെയും കേന്ദ്രമാണ്. AB, AC എന്നിവ ചെറിയ വൃത്തത്തെ P, Q എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. A, B, C ഇവ വലിയ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. AP സമം 5 സെൻറ്റിമീറ്റർ ആയാൽ AQവിൻ്റെ നീളം എന്ത്? AB സമം AC എന്ന് തെളിയിക്കുക. AP സമം 5 സെൻറ്റിമീറ്റർ, കോൺ A സമം 90 ഡിഗ്രി ആയാൽ ചെറിയ വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? അത് തന്നെ ഇംഗ്ലീഷിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. AP is equal to 5 centimeters. Then what is the length of AQ? AP 5 ആണ്. Then what is the length of AQ?
prove that AB is equal to AC if AP equal to 5 centimeters and angle A is equal to 90 degree, then what is the radius of the small circle? അപ്പോൾ നമുക്ക് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരേ കേന്ദ്രമുള്ള രണ്ട് വൃത്തങ്ങൾ തന്നിട്ടുണ്ട്. എ ബിയും എ സിയും അതിലെ തൊടുവരകളാണ്, ടാൻജൻസ് ആണ് അല്ലേ. എ പി സമം 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എ ക്യു സമം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം എ എന്ന ബിന്ദുവിൽ നിന്ന് ആ ചെറിയ വൃത്തത്തിലേക്കുള്ള തൊടുവരകളാണ്, ടാൻജൻസ് ആയതുകൊണ്ട് ഈ ടാൻജൻസ് ഈക്വലാണ് എ പി സമം എ ക്യു. അതുപോലെ തന്നെ ഒ പി എന്ന് പറയുന്നത് എ ബിക്ക് ലംബമാണ്, ഒ ക്യു എ സിക്ക് ലംബമാണ്. ഇനി വലിയ വൃത്തത്തിലെ എ ബി എന്ന ഞാണും അതുപോലെ തന്നെ എ സി എന്ന ഞാണും എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ പി സമം ബി പി എന്ന് പറയാം. കാരണം വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബം പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എനി കോഡ് ബൈസെക്ട് ദ കോഡ്. ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. അപ്പോൾ എ പിയും ബി പിയും തുല്യമാണ്, എ ക്യുവും സി ക്യുവും തുല്യമാണ് അല്ലേ. എ പി സമം എ ക്യു എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ പി സമം എ ക്യു എന്ന് നമുക്ക് പറയാവുന്നല്ല, നമുക്കറിയാം അല്ലേ. എ പി സമം എ ക്യു ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എ ബി സമം ഈ നീളവും തുല്യമാണ്. അതുപോലെ തന്നെ എ പിയും ബി പിയും തുല്യമാണ്, എ ക്യുവും ക്യു സിയും തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബി സമം എ സി എന്ന് പറയാം. ഇനി എ പി 5 സെൻറ്റിമീറ്റർ ആണ്, കോൺ എ 90 ഡിഗ്രിയാണ് എങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എ പി ഒ എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രി, എ ക്യു ഒ 90 ഡിഗ്രി. അപ്പോൾ എ പി ഒ ക്യു എന്താവും? ഈ ഒ പി ഒ ക്യു തുല്യമാണ്, എ പി എ ക്യു തുല്യമാണ്, കോണുകൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു സമചതുരമാകും. അങ്ങനെയാണെങ്കിൽ ചെറിയ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്നു. മനസ്സിലായല്ലോ. എട്ടാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സെൻറ്റർ ഓഫ് ദ സ്മോൾ സർക്കിൾ ഈസ് സി, ഒ പി ഈസ് എ ടാൻജൻ ടു ദ സ്മോൾ സർക്കിൾ, ആംഗിൾ ബി ഒ ക്യു ഈക്വൽ ടു 50 ഡിഗ്രി. ദെൻ ഫൈൻഡ് ആംഗിൾ ഒ എ ക്യു, ആംഗിൾ ഒ സി പി, ആംഗിൾ എ പി ഒ, അതുപോലെ തന്നെ ആംഗിൾ പി ഒ ക്യു. ഇപ്പോൾ മനസ്സിലായല്ലോ, ചോദ്യം മനസ്സിലായല്ലോ. രണ്ട് വൃത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒ പി എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിൻ്റെ തൊടുവരയാണ്. ഒ എ ക്യു എന്ന് പറയുന്ന കോൺ, ഒ സി പി എന്ന കോൺ, എ പി ഒ എന്ന കോൺ പി ഒ ക്യു ഇവ കാണണം. ഈ ചിത്രം ഇവിടെ വരച്ചു കഴിഞ്ഞു. ഫസ്റ്റ് പറഞ്ഞേക്കണത് ഒ എ പി. നോക്കുക, ഈ ചാപത്തിൻ്റെ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്, കേന്ദ്രകോണാണ് 50. അപ്പോൾ ഈ 50ൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്ന ഒ എ പി എന്ന കോൺ. സംശയമില്ലല്ലോ, ഇത് 50ൻ്റെ പകുതിയായിരിക്കും. ഇനി അടുത്ത ഒ സി പി. ഇനി ചെറിയ വൃത്തത്തിൽ നോക്കിയേ, ഈ കോൺ 25 അല്ലേ. 50ൻ്റെ പകുതി 25 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും. ചെറിയ വൃത്തത്തിൽ നോക്കാം, ഈ ഒ സി പി എന്ന കോൺ 25ൻ്റെ ഇരട്ടി 50 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് പറയാം ഒ പി സി കേന്ദ്രമായ വൃത്തത്തിൻ്റെ തൊടുവരയാണ്. അപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? ഒ പി സി എന്ന കോൺ 90 ഡിഗ്രി അല്ലേ, അല്ലെങ്കിൽ സി പി ഒ എന്ന് പറയാം. ഒ പി സി അല്ലെങ്കിൽ സി പി ഒ എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയാണ്. ഇനി ഇവിടുത്തെ കോൺ 25 ആയതുകൊണ്ട് ഇതും 25 ഡിഗ്രി തന്നെയാണ്. കോൺ എ പി സി എന്ന ഈ കോൺ 25 ആണ്. കാരണം നമുക്കറിയാലോ എന്താണ്, സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഇത് 25ആയി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോൺ എ പി ഒ ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺ എ പി ഒ 25 പ്ലസ് 90 അല്ലെങ്കിൽ 90 പ്ലസ് 25 115 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി ഒ പി
COP. COP എങ്ങനെ കിട്ടും? ഈ കോൺ 90 ഡിഗ്രി ആണല്ലോ. OPC എന്ന കോൺ അല്ലെങ്കിൽ COP എന്ന കോൺ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ കാണണമെങ്കിൽ 90-ൽ നിന്ന് 50 കുറച്ചാൽ മതി അല്ലേ? കോൺ COP എന്ന് പറയുന്നത് 40 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. ഈ കോൺ 40 ഡിഗ്രി എന്ന് കിട്ടുന്നു. കോൺ POQ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ കോൺ. അപ്പോൾ കോൺ POQ. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഓയിൽ വരുന്ന എല്ലാ കോണുകളുടെയും തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഭാഗത്തെ കോൺ 50 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇത് നമുക്ക് 40 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 180 മൈനസ് 50 പ്ലസ് 40. അപ്പോൾ 90 വരും. 180 മൈനസ് 90 എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് തന്നെ നമുക്ക് കിട്ടുന്നു. മനസ്സിലായല്ലോ? ഇതുപോലത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ AB വൃത്തത്തിൻ്റെ വ്യാസവും D വൃത്തത്തിലെ ഒരു ബിന്ദുവുമാണ്. ആംഗിൾ ACB പ്ലസ് ആംഗിൾ ADB പ്ലസ് ആംഗിൾ AEB സമം 270 ഡിഗ്രി. ഇവയിൽ ഒരു കോണിൻ്റെ അളവ് 110 ഡിഗ്രിയാണ്. ആംഗിൾ ADB, ആംഗിൾ ACB, ആംഗിൾ AEB ഇവയുടെ അളവുകൾ എഴുതുക. ഇതിൽ ഒരു കോണിൻ്റെ അളവ് 110 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അല്ലേ? എന്താണ്? ആംഗിൾ ACB പ്ലസ് ആംഗിൾ ADB പ്ലസ് ആംഗിൾ AEB സമം 270 ഡിഗ്രി. വൺ ആംഗിൾ ഈസ് 110 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ACB, ADB അതുപോലെ തന്നെ AEB ഇവയുടെ അളവുകൾ കണ്ടുപിടിക്കണം. ചിത്രം വരച്ചു കഴിഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ആംഗിൾ ADB എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ കോൺ അല്ലേ? 90 ഡിഗ്രിയാണ്. ആംഗിൾ ADB എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഒരു കോൺ 110 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് കോണാണ് 110 ഡിഗ്രി? വൃത്തത്തിന് ഉള്ളിലായിരിക്കും അല്ലേ? വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ യോജിപ്പിച്ചു. അപ്പോൾ കിട്ടുന്ന കോൺ 90 ഡിഗ്രി ആണെങ്കിൽ, ഇഫ് ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി ദെൻ ദ പോയിൻ്റ് ഈസ് ഓൺ ദ സർക്കിൾ. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പോൾ ഇവിടെ ACB എന്ന കോണായിരിക്കും 110 ഡിഗ്രി. അപ്പോൾ നമുക്ക് രണ്ട് കോണുകൾ കിട്ടിക്കഴിഞ്ഞു. ACB കിട്ടി, ADB കിട്ടി. അപ്പോൾ ഇത് 110, ഇത് 90 പ്ലസ് ആംഗിൾ AEB എത്രയാണ്? 270 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 200 പ്ലസ് ആംഗിൾ AEB എന്ന് പറയുന്നത് 270 ആംഗിൾ AEB എന്ന് പറയുന്നത് 270 മൈനസ് 200 സമം 70 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. മനസ്സിലായല്ലോ? നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ BC എന്ന ഞാൻ Pയിലേക്ക് നീട്ടിയിരിക്കുന്നു. PA തൊടുവരയാണ്. ആംഗിൾ BACയുടെ സമഭാജിയാണ് AQ. ചിത്രത്തിലെ ഒരു ജോഡി തുല്യ കോണുകൾ എഴുതുക. കോൺ PAC സമം X, കോൺ PCA സമം Y എന്നെടുത്താൽ കോൺ BAC സമം Y മൈനസ് X എന്ന് തെളിയിക്കണം. കോൺ PAQ സമം Y പ്ലസ് X ബൈ 2 എന്ന് തെളിയിക്കണം. കോഡ് BC ഈസ് എക്സ്റ്റെൻഡഡ് ടു P. BC എന്ന് പറയുന്ന കോഡ് Pയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. PA എന്ന് പറയുന്നത് Pയിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ടാൻജൻ്റ് ആണ്. AQ ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ BAC. AQ എന്ന് പറയുന്ന ബൈസെക്ടറാണ്. റൈറ്റ് വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഫ്രം ദ ഫിഗർ. ഇഫ് ആംഗിൾ PAC equal to X, PAC equal to X, then angle PCA equal to Y. Then prove that angle BAC equal to Y minus X. Also we have to prove angle PAQ is equal to Y plus X by 2. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് കിടക്കാം. ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺ PAC ഇതിന് തുല്യമായുള്ള ഒരു കോൺ ഏതാണ്? കോൺ ABC ആണ്. കാരണം എന്താ? ഇവിടെ ഞാണും തൊടുവരയും തമ്മിലുള്ള കോൺ, അതാണ് PAC. അത് ആ
ആ ഞാണിൻ്റെ എതിർഭാഗത്തുള്ള കോണിന് തുല്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺ എ ബി സി എന്ന് പറയുന്നത് കോൺ പി എ സിക്ക് തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? കോൺ പി എ സി സമം എക്സ് എന്നും കോൺ പി സി എ സമം വൈ എന്നും തന്നിട്ടുണ്ട് അല്ലേ? പി എ സി എന്ന് പറയുന്നത് എക്സ് ആയിട്ടും കോൺ പി സി എ എന്ന് പറയുന്നത് വൈ ആയിട്ടും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ത്രികോണം എ സി പിയിൽ എന്ത് പറയാം? കോൺ പി സമം 180 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് പറയാം അല്ലേ? കാരണം ഇത് എക്സ് ആണെന്നും ഇവിടുത്തെ കോൺ വൈ ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 180 മൈനസ് എക്സ് പ്ലസ് വൈ. ഇനി ഈ വലിയ ത്രികോണം നോക്കുക. എ ബി പി എന്ന ത്രികോണത്തിൽ കോൺ എ എന്ന് പറയുന്നത് എത്രയാണ്? കോൺ എ ഇത് മൊത്തം 180 മൈനസ് ഈ കോൺ എക്സ് ആണ്. പി എന്ന കോൺ 180 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോൺ എ സമം 180 മൈനസ് 180 എക്സ് വൈസും ക്യാൻസലായി, മൈനസ് വൈ എന്ന് പറയുന്നത് പ്ലസ് വൈ എന്നായി. അപ്പോൾ കോൺ എയുടെ വില വൈ ആയി കഴിഞ്ഞു, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺ ബി എ സി, അതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ബി എ സി എന്ന കോൺ ഈ മൊത്തം കോണിൽ നിന്ന് ഈ കോൺ കുറയ്ക്കുന്നതല്ലേ? ഇപ്പോൾ എത്ര കിട്ടും? മൊത്തം വൈ ആണ്, വൈ മൈനസ് എക്സ് എന്ന് കിട്ടുന്നു. ഇനി കോൺ പി എ ക്യു എന്ന് പറയുന്നത് കോൺ പി എ സി പ്ലസ് കോൺ ക്യു എ സി. പി എ സി എക്സ് ആണ്, ക്യു എ സി എന്ന് പറയുന്നത് ബി എ സി എന്ന് പറയുന്ന കോണിൻ്റെ പകുതിയാണ്. കാരണം എ ക്യു ബി എ സി എന്ന കോണിൻ്റെ സമഭാജിയാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് ഈ കോൺ എന്ന് പറയുന്നത് വൈ മൈനസ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അതിൻ്റെ പകുതി. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ പ്ലസ് എക്സ് ബൈ 2 എന്ന് ഉത്തരം കിട്ടുന്നു. കോൺ പി എ ക്യു. ഓക്കെ, നമുക്ക് അടുത്ത കണക്കിലേക്ക് കടക്കാം. ഇതാണ് ചോദ്യം. ഓ കേന്ദ്രമായ വൃത്തം ത്രികോണത്തിൻ്റെ വശങ്ങളെ പി ക്യു ആർ എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. എ ബി സമം എ സി, എ ക്യു 4 സെൻറ്റിമീറ്റർ, സി ക്യു 6 സെൻറ്റിമീറ്റർ. സി പിയുടെ നീളം എന്താണ്? ത്രികോണത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കാണുക അല്ലേ? പെരിമീറ്റർ ആൻഡ് ഏരിയ. വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? ഇതാണ് ഇംഗ്ലീഷിലുള്ള ചോദ്യം. സർക്കിൾ വിത്ത് സെൻറ്റർ ഓ ടച്ചസ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ അറ്റ് പി ക്യു ആർ. എ ബി ഈസ് ഈക്വൽ ടു എ സി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി പി? ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. ആ ചിത്രം ഞാൻ ഒന്നുകൂടി വരച്ചു. അതുപോലെ തന്നെ എയിൽ നിന്ന് ബി സിയിലേക്ക് ഒരു ലംബവും കൂടി വരച്ചിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് നോക്കാം. എ ബി സമം എ സി എന്ന് തന്നിട്ടുണ്ട്. എ ക്യു സമം 4 സെൻറ്റിമീറ്റർ ആണ്. സി ക്യു 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സി ക്യു 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി പി എത്രയാണ്? സി ക്യുവും സി പിയും തുല്യമാണ് എന്ന് നമുക്കറിയാം. പുറമേ നിന്നുള്ള ടാൻജൻസ് ആണ്, തൊടുവരകളാണ്. അപ്പോൾ സി പി എന്ന് പറയുന്ന 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എ ക്യു 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ആർ എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. കാരണം എയിൽ നിന്നുള്ള തൊടുവരകളാണ്, ടാൻജൻസ് ആണ്. ബി ആർ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ എന്ന് തന്നെ നമുക്ക് കിട്ടും. കാരണം എന്താണ്? എ ബിയും എ സിയും തുല്യമാണ്, എ ക്യുവും എ ആറും തുല്യമാണ്. സി ക്യു എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അതുകൊണ്ട് ബി ആറും 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ബി പി എന്ന് പറയുന്നതും 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഈ ചുറ്റളവ് എന്ന് പറയുന്നത് 6 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. എല്ലാ നീളങ്ങളും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 32 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി എ പി എന്ന് പറയുന്ന ഒരു ലംബം ഞാനിവിടെ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, വരച്ചു. നമ്മൾ പുതിയതായിട്ട് വരച്ചു ചേർത്തതാണ്. ബി സിക്ക് ലംബം വരച്ചു. എ പി എന്ന് പറയുന്ന നീളം കാണണമെങ്കിൽ
എന്താ ചെയ്യേണ്ടത്? ഈ നീളം എന്ന് പറയുന്നത് 4ഉം 6ഉം 10 അല്ലേ? ലംബമാണ്, മട്ടത്രികോണാണ്. സി പി എന്ന് പറയുന്നത് 6 ഇപ്പോൾ √10² മൈനസ് 6² റൂട്ട് 100 മൈനസ് 36 √ 64 = 8 എന്ന് കിട്ടും അല്ലേ? 10ൻ്റെ 6ൻ്റെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ലംബം കിട്ടിക്കഴിഞ്ഞു. ഇനി പരപ്പളവ് നമുക്ക് കാണാം. ഹാഫ് ബി സി ഇൻറ്റു എ പി. ബി സി 6ഉം 6ഉം 12 ഹാഫ് 12 × 8 സമം കട്ട് ചെയ്ത് കഴിയുമ്പോൾ 6 × 8 48 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേഡിയസ് ആണ് അല്ലേ? ആരമാണ്. ആരം എന്ന് പറയുന്നത് പരപ്പളവിനെ ചുറ്റളവിൻ്റെ പകുതി കൊണ്ട് ഹരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. പരപ്പളവിനെ ചുറ്റളവിൻ്റെ പകുതി കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പോൾ പരപ്പളവ് എന്ന് പറയുന്നത് ഇപ്പോൾ 48 എന്ന് കിട്ടി. ചുറ്റളവ് 32 അതിൻ്റെ പകുതി എത്രയാണ്? 16. 48നെ 16 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ആൻസർ കിട്ടിക്കഴിഞ്ഞല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ചിത്രത്തിൽ സി വൃത്തത്തിൻ്റെ കേന്ദ്രവും പി എ പി ബി എന്നിവ തൊടുവരകളുമാണ്. വൃത്തത്തിൻ്റെ ആരം 3 സെൻറ്റിമീറ്റർ, പി സി 5 സെൻറ്റിമീറ്റർ, പി എയുടെ നീളമെന്ത്? പി എ സി ബി എന്ന ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കാണുക. ഇപ്പം നമുക്ക് ലെങ്ത് ഓഫ് പി എ കാണണം, ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ പി എ സി ബി കണ്ടുപിടിക്കണം. ചിത്രം വരച്ചു. ആരം 3 സെൻറ്റിമീറ്റർ ആണെന്നും പി സി 5 സെൻറ്റിമീറ്റർ ആണെന്നും നമുക്കറിയാം. ആരം എന്ന് പറയുന്നത് തൊടുവരയ്ക്ക് ലംബമായതുകൊണ്ട് പി എ സി എന്ന് പറയുന്ന ത്രികോണം മട്ടത്രികോണമാണ്. അപ്പോൾ പി എ സമം √PC² മൈനസ് AC², √5² മൈനസ് 3². അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 എന്നുള്ള ഉത്തരം കിട്ടും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ? ഇനി അപ്പോൾ പി എ 4 കിട്ടി. അപ്പോൾ നമുക്ക് പി എ സി ബി എന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ചതുർഭുജത്തിൻ്റെ പരപ്പളവാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ 2 ത്രികോണങ്ങളായിട്ട് ഇതിനെ ഭാഗിച്ചിട്ടുണ്ട്. ഈ 2 ത്രികോണങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ മതി അല്ലേ? ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ത്രികോണം പി എ സിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് പാദം 4 കണ്ടുപിടിച്ചു. 4 ഇൻറ്റു ഉയരം 3 അപ്പോൾ ഇത് എത്ര കിട്ടും? 6 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ പി എ സി ബിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് 2 × 6 12 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു. ഇത് വളരെ ഈസിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ പി എന്ന കോൺ 90 ഡിഗ്രിയാണ്. ത്രികോണം എ പി സിയുടെ വശങ്ങൾ നീട്ടി അതിൽ ബി, ഡി എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എ സി വ്യാസമായി വരയ്ക്കുന്ന വൃത്തത്തെ അടിസ്ഥാനമാക്കി പിയുടെ സ്ഥാനം എവിടെയായിരിക്കും? എ ഡി വ്യാസമായി വരയ്ക്കുന്ന വൃത്തത്തെ അടിസ്ഥാനമാക്കി പിയുടെ സ്ഥാനം എവിടെയായിരിക്കും? വികർണങ്ങൾ പരസ്പരം ലംബമായ ഒരു ചതുർഭുജത്തിൻ്റെ വശങ്ങൾ വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം ഒരു പൊതുവായ ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക. ആംഗിൾ പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ എ പി സി ആർ എക്സ്റ്റെൻഡഡ് ടു ബി ആൻഡ് ഡി. ഇഫ് എ സർക്കിൾ ഡ്രോൺ വിത്ത് എ സി as its diameter, where will be the position of P with respect to the circle? What about the position of P if the circle is drawn with the AD as diameter? Prove that the circles drawn with the sides of a quadrilateral with perpendicular diagonals will meet at a common point. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടന്നാലോ? ഈ ചിത്രം ഞാൻ ഒന്നുകൂടി വരച്ചു. അപ്പോൾ നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എ പി സി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയാണ്. എ പി സി 90 ഡിഗ്രി ആയതുകൊണ്ട് എ സി വ്യാസമായി വരയ്ക്കുന്ന വൃത്തം പിയിലൂടെ കടന്നു പോകും. അല്ലെങ്കിൽ പി എന്ന ബിന്ദു വൃത്തത്തിലെ ബിന്ദു ആയിരിക്കും. ഇനി എ ഡി വ്യാസമായി വരച്ചാലും ഈ കോൺ 90 ഡിഗ്രിയായി, എ പി ഡി എന്ന കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് എ ഡി വ്യാസമായി വൃത്തം വരച്ചാലും അത് പിയിലൂടെ കടന്നു പോകും. അതുപോലെ ബി ഡി വ്യാസമായി വൃത്തം വരച്ചാലും പിയിലൂടെ കടന്നു പോകും. ബി സി വ്യാസമായി വൃത്തം വരച്ചാലും അത് പിയിലൂടെ കടന്നു പോകും. അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ വികർണങ്ങളായിട്ട് ഈ
എ ബിയെയും സി ഡിയെയും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വശങ്ങൾ വ്യാസങ്ങളായി വൃത്തങ്ങൾ വരച്ച് കഴിയുമ്പോൾ അതൊരു കോമൺ പോയിൻറ്റിലൂടെ അല്ലേ, ഒരു നിശ്ചിത ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് മറ്റ് ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിലെ വൃത്തത്തിലെ എ ബി സി ഡി എന്നീ ഞാണുകൾ പിയിൽ കൂട്ടിമുട്ടുന്നു. പി എ സമം 8 സെൻറ്റിമീറ്റർ, പി ബി സമം 6 സെൻറ്റിമീറ്റർ, പി സി സമം 4 സെൻറ്റിമീറ്റർ, ബി സി സമം 4 സെൻറ്റിമീറ്റർ. കോൺ എക്ക് തുല്യമായ കോൺ ഏതാണ്? തുല്യമായ ഒരു ജോഡി കോണുകൾ കൂടി എഴുതുക. പി ഡിയുടെ നീളം എത്രയാണെന്ന് കണക്കാക്കുക. എ ഡിയുടെ നീളം എത്രയാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബി ആൻഡ് സി ഡി എന്ന കോഡ്സ് പിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. പി എയും പി ബിയും പി സിയും ബി സിയും ഒക്കെ തന്നിട്ടുണ്ട്. വിച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ? റൈറ്റ് വൺ മോർ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ഡി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി? ഇപ്പോൾ ഇവിടെ ഇത് തന്നിരിക്കുന്നതിൽ നമുക്ക് പറയാം എ എന്ന കോണിന് ഈക്വൽ ആയിട്ടുള്ള കോൺ ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? സി ആയിരിക്കും അല്ലേ. ഒരേ വൃത്തഭാഗത്തെ കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ജോഡി കൂടി എഴുതാൻ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെങ്കിൽ ഇത് ഇങ്ങേ ഭാഗത്തെ ഈ വൃത്തഭാഗത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വലാണ് എന്ന് കിട്ടും. ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വലാണ് അല്ലേ. ഇനി നമുക്ക് പി ഡി ആണ് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി എന്ന് പഠിച്ചിട്ടുണ്ട്. എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ പി എന്ന് പറയുന്നത് 8ആണ്, പി ബി എന്ന് പറയുന്നത് 6ആണ്, സി പി 4ഉണ്ട്, പി ഡി അറിയില്ല. അപ്പോൾ 8 ഇൻറ്റു 6 സമം 4 ഇൻറ്റു പി ഡി എന്ന് കിട്ടി. അപ്പോൾ 48 സമം 4 ഇൻറ്റു പി ഡി എന്ന് കിട്ടി. ഇപ്പോൾ പി ഡി എന്ന് പറയുന്നത് 48നെ 4 കൊണ്ട് ഹരിച്ചു 12 എന്ന് കിട്ടി. അല്ലാതെ തന്നെ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ പി ഡി എന്ന് പറയുന്ന നീളം നമുക്ക് 12 എന്ന് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം പറയട്ടെ. ഈ രണ്ട് ത്രികോണങ്ങൾ എന്ത് തരം ത്രികോണങ്ങളാണ്? സദൃശ ത്രികോണങ്ങളാണ് അല്ലേ. സിമിലർ ട്രയാങ്കിൾസ് ആണ്. കാരണം ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വലാണ്, ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വലാണ്. അതുപോലെ തന്നെ പി എന്ന് പറയുന്ന ഈ എതിർ കോണുകൾ ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോണുകൾ തുല്യമായതുകൊണ്ട് ത്രികോണങ്ങൾ സദൃശമാണ്. അപ്പോൾ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എങ്ങനെയായിരിക്കും? ആനുപാതികമായിരിക്കും അല്ലേ. സദൃശമാണ്, ആനുപാതികമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഡി ബൈ, ഈ ത്രികോണത്തിലെ എ ഡി ബൈ അതിന് തുല്യമായ കോണിൻ്റെ എതിരെയുള്ള വശം ബി സി. എ ഡി ബൈ ബി സി സമം എ പി. ഡിക്കെതിരെയുള്ള വശമാണ് എ പി ബൈ ബിക്കെതിരെയുള്ള വശം സി പി എന്ന് പറയാം. ഇപ്പോൾ എ ഡി നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ എ ഡി ബൈ ബി സി എന്ന് പറയുന്നത് 4ആണ്, സമം 8 ബൈ അടുത്ത എത്രയാണ്? 4ആണ് അല്ലേ. സി പി 4ആണ്. അപ്പോൾ എ ഡി ബൈ 4 സമം 8 ബൈ 4 എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് എ ഡി സമം 8 ഇൻറ്റു 4 ബൈ 4 എന്ന് കിട്ടുന്നു. അപ്പോൾ എ ഡി സമം 8 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.